Hi all friends, welcome to MTM Political Talk. ജനങ്ങളുടെ അവസരോചിതമായ ഇടപെടലുകളിലൂടെ ചീറ്റിപ്പോയ ഒരു ഏകാധിപതിയുടെ തന്ത്രകുതന്ത്രങ്ങൾ ഇന്നലെ മുതൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി മലയാളത്തിലെ വാർത്തകളിലും മറ്റു ഭാഷകളിലെ വാർത്തകളിലും ഇന്റർനാഷണൽ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണല്ലോ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സാക് യോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നത്. ആദ്യം അവിടുത്തെ പ്രധാന പാർട്ടികളെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോഴത്തെ പ്രസിഡന്റ് യൂൺ സാക് യോളിന്റെ പാർട്ടി പീപ്പിൾസ് പാർട്ടിയാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷമായ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. പ്രസിഡന്റ് ഭരണരീതിയാണ് അവരുടേത്. എന്നാലും പാർലമെന്റിന്റെ സപ്പോർട്ടില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. സാമ്പത്തികമായും മറ്റും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർലമെന്റ് ശുപാർശയോടെ പ്രസിഡന്റിന് നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. 2025 വർഷത്തെ ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായത്. യൂൺ സാക് യോൾ പ്രസിഡന്റാണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷമില്ല. പാർലമെന്റിൽ ഭൂരിപക്ഷം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ്. അങ്ങനെ വരുമ്പോൾ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ സാധ്യമാകുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങനെ ആയത് നന്നായി എന്നും പറയാം. ചുരുക്കി പറഞ്ഞാൽ പാർലമെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പ്രസിഡന്റ് തന്റെ അധികാരം ഉപയോഗിച്ച് പട്ടാള ഭരണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇനിയാണ് അവിടുത്തെ ജനങ്ങളുടെ ജാഗ്രത. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജനങ്ങൾ സംയോജിതമായി ഇടപെട്ടു എന്നതുകൊണ്ട് മാത്രമാണ് ഒരു വൻ ദുരന്തത്തിൽ നിന്ന് ഒരു രാഷ്ട്രം ഒഴിവായത്. വൻ ദുരന്തം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ, പട്ടാള ഭരണം വരുന്നു, പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ മാത്രം നടപ്പാക്കുന്നു, ഒരു ഏകാധിപതി ഭരണം വരുന്നു. കൊറിയ പോലത്തെ ഒരു രാജ്യത്ത് ഒരു ഏകാധിപതി ഭരണം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് ഒരു ജനാധിപത്യ രീതിയിലേക്ക് അത് എത്തിപ്പെടുവാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം അവരുടെയൊക്കെ ഭരണരീതിയും ഒക്കെ നമ്മൾക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ പരിചയമുള്ളതാണ്. പ്രസിഡന്റിന്റെ തീരുമാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. സംയോജിതമായി പ്രതിപക്ഷം ഇടപെട്ടു. നിമിഷ നേരം കൊണ്ട് പട്ടാളം പാർലമെന്റ് വളഞ്ഞുവെങ്കിലും അവിടെ ജനാധിപത്യം ഉണർന്നു പ്രവർത്തിച്ചു. ജനങ്ങൾ ഇളകി. സാധാരണക്കാരായ ജനങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ പാർലമെന്റ് വളഞ്ഞു. ജനങ്ങളുടെ ആവേശം മനസ്സിലാക്കിയ പ്രസിഡന്റ് പിടിച്ചു നിൽക്കാനോ മുന്നോട്ട് പോവാനോ സാധ്യമല്ല എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കി കാണും. അദ്ദേഹത്തിന് ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. 6 മണിക്കൂർ കൊണ്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഉത്തരവിറക്കേണ്ടതായി വന്നു. അതാണ് ജനാധിപത്യത്തിന്റെ വിജയം. ഇങ്ങനെ ജനാധിപത്യം വിജയമുണ്ടാവണമെങ്കിൽ അവസരോചിതമായ സമയങ്ങളിൽ ജനങ്ങൾ ഇടപെടലുകൾ നടത്തിയത് കൊണ്ട് മാത്രമാണ്. ഏതായാലും അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ദക്ഷിണ കൊറിയ സാധാരണ ഭരണത്തിലേക്ക് തിരിച്ചു വന്നു. പാർലമെന്റും പ്രസിഡന്റും രണ്ടു തട്ടിലായതുകൊണ്ട് ഭരണം അത്ര സുഖകരമായി ഇല്ലെങ്കിലും അടിയന്തരാവസ്ഥ എന്ന ആ കിരാത ഒഴിവായി എന്ന് പറയാം. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.